വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ അല്പം ലേറ്റായിപ്പോയി, അതിന് ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് തൊണ്ടയാട് മുതൽ മലാപ്പറമ്പ് വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസിലെ ടോൾ പ്ലാസയുടെ തൊട്ട് മുന്നേയുള്ള പാലമാണ്. ആ പാലത്തിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ വർക്കാണ് കാര്യമായിട്ട് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. പിന്നെ തൊണ്ടയാട് ബൈപ്പാസിൽ ആ ടോൾ പ്ലാസയുടെ വർക്കൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 6 വരിയിലെ 3 വരിയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ഭാഗികമായി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഇപ്പം മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ട്രക്ക് പാർക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള ഈ വാളുകളാണ് നിർമ്മിക്കാൻ ബാക്കിയുള്ളത്. ഫ്രിക്ഷൻ വാളാണ് ഈ ഭാഗത്തൊക്കെ നിർമ്മിക്കുന്നത്. ആ ഫ്രിക്ഷൻ വാളിൻ്റെ വർക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഭാഗങ്ങളിലെ കോൺക്രീറ്റിംഗ് വർക്കൊക്കെയാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ടോൾ പ്ലാസയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടോൾ പ്ലാസ ഓപ്പൺ ആയിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ വലിയൊരു സ്ട്രീറ്റ് ലൈറ്റ്, കൂറ്റൻ ലൈറ്റ്, നല്ല ഹൈറ്റിലുള്ള ലൈറ്റും ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടോൾ പ്ലാസയുടെ ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഈ ഭാഗത്ത് ഉയർന്നു വന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ തനതായ ആ ഒരു ശൈലിയിലാണ് ഈ ടോൾ പ്ലാസ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായി നമ്മൾ ഓട് പോലെയുള്ള സാമീപ്യം തോന്നുന്ന രീതിയിലുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ടോൾ പ്ലാസയുടെ മുകൾ ഭാഗത്തൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തുള്ള അമ്പലം ചുംബികളായ ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു കൂടെ ഡ്രോൺ പറപ്പിക്കുമ്പോൾ ഒന്ന് ബിൽഡിങ്, രണ്ടാമത് നമ്മളെ ഈ ഹൈടെൻഷൻ ലൈനുകൾ, ഇതൊക്കെ കടന്നു പോകുന്ന അതിൻ്റെ കൂടെ ഇപ്പം പുതിയ സ്ട്രീറ്റ് ലൈറ്റ്, നല്ല ഹൈറ്റുള്ള സ്ട്രീറ്റ് ലൈറ്റും ഈ ഭാഗത്ത് ടോൾ പ്ലാസയ്ക്ക് പകൽ പോലെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള വെളിച്ചമൊക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള വലിയ കൂറ്റൻ സ്ട്രീറ്റ് ലൈറ്റ് കൂടി സ്ഥാപിച്ചതോടുകൂടി ഒന്നുകൂടി നമ്മൾ ഡ്രോൺ ഷൂട്ട് പറത്തുന്നത് കുറച്ചുകൂടി റിസ്ക്കായി മാറിയിട്ടുണ്ട്. എന്തായാലും വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളാണ്. ബിൽഡിങ്ങുകൾ നമ്മളിത് ഒരു 30-40 മീറ്റർ ഹൈറ്റിൽ പിടിക്കുമ്പോൾ പോലും ബിൽഡിങ്ങിൻ്റെ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ കൂറ്റൻ ബിൽഡിങ്ങുകളാണ്. ഇപ്പോൾ നമ്മൾ എറണാകുളം കൊച്ചിയോട് സാമീപ്യം കൊച്ചിയേക്കാൾ വളരുന്ന ഒരു ജില്ലയായി നമ്മൾ കോഴിക്കോട് ജില്ലയിലെ, പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് ടൗൺ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ് ഈ ഒരു പ്രദേശത്ത് നമ്മൾ കോഴിക്കോട് സിറ്റിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഗാലക്സി ബിൽഡിങ്ങിന് പുറമെ വലിയ ദുബൈയിലെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ബുർജ് ഖലീഫക്ക് സമാനമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഈ ഒരു പ്രദേശത്ത് ഉയർന്നു വരുന്നുണ്ട്. അതേപോലെ തിരുവനന്തപുരം സിറ്റിയേക്കാളൊക്കെ കുറച്ചുകൂടി മുന്നോടിയായി കോഴിക്കോട് ജില്ല അതിശക്തം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 6 വരിയുടെ വർക്കൊക്കെ പൂർണ്ണമായും കഴിഞ്ഞു. എന്നിരുന്നാലും ഒരു ആംബുലൻസ് പോകുന്നുണ്ടോ, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളോട് പറഞ്ഞു, ആംബുലൻസ് നമ്മൾ റോങ് കയറിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ദേശീയപാതയൊക്കെ നല്ല രീതിയിൽ കൂട്ടൻ ദേശീയപാതയൊക്കെ 6 വരി സർവീസ് റോഡ് കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു. ഈ ഭാഗത്ത് ഇവിടെ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഇപ്പം ജസ്റ്റ് വീഡിയോനകത്ത് കണ്ടു. നമ്മൾ നേരത്തെ ആ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ ആ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണാനില്ല. അപ്പോൾ ആ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു തൊട്ട് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇടിഞ്ഞിട്ടുണ്ട്. ആ ഇടിഞ്ഞൊരു ഭാഗം ഇപ്പോഴും അത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഒരു പ്രദേശത്ത് ഹൈലൈറ്റ് മാള് തുടങ്ങുന്നതിന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പല ആളുകളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് ഇടിഞ്ഞൊരു സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പിന്നെ ആ പാറയൊക്കെ കട്ട് ചെയ്ത ഭാഗം ഇടിഞ്ഞ് താഴോട്ട് വന്നിരുന്നു. അതിന് ശേഷം അവിടെ വർക്ക് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാള് കഴിഞ്ഞുള്ള എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ എല്ലാം സർവീസ് റോഡും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട എല്ലാ റോഡുകളും വർക്ക് പൂർണ്ണമായും കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായി സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തുള്ള വീഡിയോ നമ്മൾ എടുക്കുന്നതിൽ പോലും പ്രസക്തി ഇനി ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ട്രാഫിക് വയലേഷൻ, നല്ല രീതിയിൽ ട്രാഫിക് വയലേഷൻ ഉണ്ട്. ഇപ്പോൾ അത് നമുക്ക് പല അവസരത്തിലും കാണാൻ സാധിക്കും. നമ്മൾ വീഡിയോനകത്ത് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല 6 വരി പാതയും അതോടൊപ്പം ബന്ധപ്പെട്ട് സർവീസ് റോഡ്, 2 വരിയുള്ള സർവീസ് റോഡ്, ഇരു സൈഡിലും സർവീസ് റോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടും നമ്മൾ ട്രാഫിക് നിയമമൊക്കെ പാലിച്ചുകൊണ്ട് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ റോഡ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാവുകയെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നല്ല, പല അപകടങ്ങളും കാരണമാകും. പല ആളുകളും പല രീതിയിലാണ് എൻട്രിയിലൂടെ എക്സിറ്റ് ആവുന്നുണ്ട്, എക്സിറ്റിലൂടെ എൻട്രി ആവുന്നുണ്ട്. അതേപോലെ തന്നെ നോ പാർക്കിംഗ് എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ കൃത്യമായിട്ട് വലിയ ട്രക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതിൻ്റെ ബോർഡിൻ്റെ ചുവട്ടിൽ തന്നെ വളരെ കൃത്യമായി പാർക്ക് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മളെ നിലപാട്, നമ്മളെ ആ ഒരു ശീലമുണ്ടല്ലോ, സത്യത്തിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം, ഒരാളുടെ സംസ്കാരമാണ് സത്യത്തിൽ ഡ്രൈവിങ്ങിനകത്ത് കാണിക്കുന്നത്. ആ സംസ്കാരം കുറച്ചുകൂടി നമ്മൾ നല്ല രീതിയിലുള്ള സംസ്കാരമാക്കി മാറ്റേണ്ടതിന് ഞാനും നിങ്ങളും എല്ലാ ആളുകളും. കാരണം ഇത്രയും വലിയ റോഡ് വന്നിട്ട് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ അത് വലിയ അങ്ങേയറ്റം മോശപ്പെട്ട ഏർപ്പാട് തന്നെയാണ്.
ഇലക്ട്രിക് ലൈനുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ അല്പം ക്യാമറ ഉയർത്തിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ ലേറ്റായത് മറ്റൊന്നുമല്ല, നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് ജനുവരി 6-നാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ജനുവരി 6-ന് എടുത്ത വീഡിയോ അന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. അല്പം ഡിലേ ആവാനുള്ള പ്രധാന കാരണം. അപ്പോൾ ക്ഷമിക്കുക എന്നേ പറയാനുള്ളൂ. വേണ്ട, ഇവിടെ അടുത്ത ഒരു വ്യക്തി ഒരു കാറുകാരൻ നിങ്ങൾ പോന്നാണ്ടില്ലേ, എക്സിറ്റ് ഭാഗത്ത് എൻട്രിയിലൂടെ എക്സിറ്റായി പോകുന്നുണ്ടല്ലേ. ഇത്തരത്തിൽ ഒരുപാട് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഫൈനൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് മാറ്റം ഉണ്ടാവുന്നുള്ളൂ തോന്നുള്ളൂ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ വടകര തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ വടകര ചാർജിങ് സ്റ്റേഷനുണ്ട്, KSEBിയുടെ. ആ ചാർജിങ് സ്റ്റേഷൻ്റെ ചുവട്ടിൽ ഒരുപാട് ബൈക്കുകൾ കൊണ്ട് നിർത്തിയിട്ടിട്ട് ഒരു വ്യക്തിക്ക് വാഹനം ചാർജ് ചെയ്യണമെന്ന് തോന്നിയിട്ട് അയാൾക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നില്ല. ബൈക്കുകാരാണെന്ന് ഒരു ബൈക്കുകാരും ഉണ്ടെന്നില്ല. ആരൊക്കെയാണ് വണ്ടി എന്ന് ചോദിച്ചിട്ട് അതൊന്നും നീക്കുമെന്ന് വെച്ചാൽ ആരും ഉണ്ടെന്നില്ല. ലാസ്റ്റ് അയാൾ ട്രാഫിക് പോലീസിനെ വിളിച്ചു. ട്രാഫിക് പോലീസ് വന്നു. അയാൾ വന്നതിന് ശേഷം അയാൾ തുരുതുര ബൈക്കിൻ്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. പിന്നെ KSEBിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് സത്യത്തിൽ ബൈക്ക് നിർത്തിയിട്ട ആളുകളൊക്കെ ഇറങ്ങി വന്നുകൊണ്ട് ബൈക്ക് മാറ്റുന്നത്. ഇതാണ് നമ്മളെ ശീലം. നമുക്ക് അറിവുണ്ടെന്ന് നമ്മൾ പറയും. മലയാളികൾക്ക് ഭയങ്കര അറിവാണ്, എഡ്യൂക്കേറ്റഡാണ്. പക്ഷേ മലയാളിക്ക് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും തിരിച്ചറിവ് ഇല്ല. അറിവും തിരിച്ചറിവും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് ഒരു അറിവാണ്. എന്നാൽ ഈ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് ഇവിടെ ബൈക്ക് വെക്കാൻ പാടില്ല, ഇൻ കേസ് മറ്റു വാഹനങ്ങൾ വന്ന് ചാർജ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നമുക്ക് വളരെ കുറവാണ് പല അവസരത്തിൽ ഇത്തരം ആളുകൾക്ക്, എല്ലാ ആളുകൾക്കല്ല, ഇത്തരത്തിലുള്ള ആളുകൾക്ക് തോന്നിപ്പോയിട്ടുണ്ട്. നമ്മളെ 6 വരി പാതയിലെ കാഴ്ചയും അതിന് സമാനം തന്നെയാണ് ഒരു ഇലക്ട്രിക് ലൈന്. അപ്പോൾ നമ്മൾ അല്പം കൂടി അങ്ങോട്ട് ഉയർത്തി നല്ലോണം പോരട്ടെ. വേറൊരു ലൈനാണ്. ഇതാണ് നമ്മളെ കോഴിക്കോട് ഈ രാമനാട്ടുകര തൊണ്ടയാട് ഭാഗത്ത് വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. വലിയ കൂറ്റൻ ടവർ പോലെയുള്ള ഇലക്ട്രിക് പോസ്റ്റിൻ്റെ പോലെ ഹൈ ടെൻഷൻ ലൈനുകൾ ഇങ്ങനെ റോഡ് ദേശീയപാത ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് ഭാഗത്തു കൂടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. അതേപോലെ കണ്ണൂർ ഭാഗത്തും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ കണ്ണൂർ ഭാഗത്തെ വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ KMC ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കി സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വർക്ക് പൂർത്തിയാക്കിയ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ രാമനാട്ടുകര ഭാഗത്തൊക്കെ പൂർണ്ണമായും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല വർക്കിൻ്റെ പുരോഗതി തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രദേശത്തൊന്നും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ല. വാഗാടിൻ്റെ റീച്ചിനെ സംബന്ധിച്ച് ഒരുപാട് മെച്ചമുണ്ട്. സർവീസ് റോഡിലൊക്കെ ഡ്രൈനേജിൻ്റെ സ്ലാബൊന്നും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാത്ത സാഹചര്യമുണ്ട്. വാഗാടിൻ്റെ റീച്ചിൽ, വെങ്ങള റീച്ചിൽ, കൊയിലാണ്ടി ഭാഗത്തും അതേപോലെ തന്നെ മറ്റു പ്രദേശത്തൊക്കെ ചെങ്ങോട്ടുകാവ് ആ ഭാഗത്തൊക്കെ സ്ലാബ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നൊക്കെ ഒരുപാട് കാഴ്ചയുണ്ട്. അപ്പോൾ ഇതാണ്, ഇവിടെയൊക്കെ ക്യാമറ ഉണ്ട് കേട്ടോ, നല്ല 360 ക്യാമറകളുണ്ട്. ക്യാമറകളൊക്കെ ഓൺ ആയിട്ടില്ല, അതുകൊണ്ടാണ് ആളുകൾ നല്ല ട്രാഫിക് വയലേഷൻ. ക്യാമറയൊക്കെ ശരിയാവട്ടെ എന്നിട്ട് ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് ആളുകളുടെ സമീപനം. ഇതാണ് നമ്മളെ രാമനാട്ടുകര ബൈപ്പാസ് എന്നുള്ള കാഴ്ച. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ വടകര വെങ്ങള റീച്ച് കൂടി KMCക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോവാണ്. കാരണം വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ട്രക്കുകൾ, ഇവിടെ നോ പാർക്കിംഗ് എന്നുള്ള ബോർഡുണ്ട്. ആ പാർക്കിംഗ് എന്നുള്ള ബോർഡ് അതേപോലെ തന്നെ ഈ ഒരു എൻട്രി എക്സിറ്റ് ഭാഗങ്ങളിലൊക്കെയാണ് ഈ വാഹനങ്ങൾ നിർത്തിയിട്ടുള്ളത്. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബോർഡ് കണ്ടോ, നോ പാർക്കിംഗ്. അതിൻ്റെ ചുവട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് ആ അല്പം പോലും മാറിപ്പോവാതെ വളരെ കൃത്യമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെയും ഒരു എൻട്രി പോയിൻ്റ് ഉണ്ടോ, ആ എൻട്രി പോയിൻറ്റിൻ്റെ ഭാഗത്തും കൃത്യമായിട്ട് വലിയ വാഹനം, നാഷണൽ പെർമിറ്റ് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ദേശീയപാതയിൽ നിന്ന് പലപ്പോഴും കാണുന്ന കാഴ്ച. ജസ്റ്റ് നമ്മൾ ക്യാമറ ആ എൻട്രി പോയിൻ്റ് ആ ഭാഗത്തുള്ള നോ പാർക്കിംഗ് ബോർഡ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഇതാണ് പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്, 6 വരി പാത നിർമ്മിച്ചിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ആളുകൾക്ക് 6 വരിയിലൂടെ എങ്ങനെ യാത്ര ചെയ്യണമെന്ന് കൃത്യമായ ബോധവൽക്കരണം കൂടി അനിവാര്യമാണ്, വളരെ അനിവാര്യമാണ്. ഇവിടെ കഥ പാർക്കിംഗ് നോ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നിൽ തന്നെ സ്ഥാനം തെറ്റാതെ കൃത്യമായിട്ട് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതിനൊക്കെ ന്യായീകരണം എത്ര ആളുകൾ ചില ആളുകളൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടും. താങ്കളെപ്പോലുള്ള ആളുകൾക്ക് നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ അല്ലെങ്കിൽ വലിയ ട്രക്ക് വാഹനത്തിലൊക്കെ പോകുന്ന ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ട് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ വാഹനം നിർത്തിയിടുന്നത് കൊണ്ട് മറ്റ് ഡ്രൈവർമാർക്ക് ശരിക്കും ബ്ലൈൻഡ് സ്പോട്ട്, അതായത് മുന്നിലുള്ള വാഹനങ്ങൾ കാണാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സ്വന്തം സൗകര്യം മാത്രമേ നോക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ അസൗകര്യക്കേടോ ട്രാഫിക് വയലേഷനാണോ ഇത് സേഫ്റ്റി പ്രശ്നമാണോ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ കുറ്റം പറയാനായിട്ടൊരു വീഡിയോ ഇപ്പോൾ അതുകൊണ്ട് അധികം നമ്മൾ പറയുന്നില്ല. എന്തായാലും ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ഭാഗത്തേക്ക് എത്താറായി. മലാപ്പറമ്പ് ഭാഗത്ത് ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ പോലെ ദേശീയപാത ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഉടൻ തന്നെ ഒരു സംവിധാനം, ബദൽ സംവിധാനം, അണ്ടർ പാസേജ് പോലെയല്ല വേറെ എന്തെങ്കിലും സംവിധാനം കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ സമീപഭാവിയിൽ ഈ ഭാഗത്തൊക്കെ അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ മാഹി ബൈപ്പാസിനകത്ത് അണ്ടർ പാസേജ് നിർമ്മിച്ചതുപോലെ ഇവിടെ കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷനും ഈ ഒരു ഭാഗത്ത് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ഭാഗത്തുനിന്ന് വർക്ക് ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കോട് ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നേരത്തെ പോലെയുള്ള റീച്ചൊക്കെ ദേശീയപാതയുടെ ഈ ഭാഗത്തുള്ള വീഡിയോസൊക്കെ ഇനി ചെയ്യണമെന്ന് തോന്നുന്നില്ല, കാരണം വർക്കൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള വീഡിയോ നമ്മൾ ഇനി മറ്റ് മാറ്റങ്ങളുണ്ടാകുമ്പോൾ മാത്രമാണ് ഇനി ഈ ഭാഗത്തുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുക. ഇനി കോഴിക്കോട് കണ്ണൂർ ഭാഗത്തുള്ള അടുത്ത വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ഭാഗത്തെത്തി. മലാപ്പറമ്പ് ഭാഗത്ത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോയിൽ നെയിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വർക്കൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ആ ഭാഗം നമ്മൾ കൂടുതൽ കാണിക്കുന്നില്ല. ഇനി നമ്മൾ നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത തൊണ്ടയാട് ആ ഒരു ടോൾ പ്ലാസയുടെ ഭാഗത്തുനിന്നുള്ള കാണിച്ചു തരാം. ഇവിടെ സർവീസ് റോഡ് വളരെ ഇടുങ്ങിയിട്ടാണ്. ജസ്റ്റ് ഒരു ബസ്സിനും മറ്റു വാഹനങ്ങൾക്ക് മാത്രം. സർവീസ് റോഡ് 2 വേ ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ വാഹനങ്ങൾ വളരെ കഷ്ടിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ഇത്തരം ചുരുങ്ങിപ്പോയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് ടോൾ പ്ലാസയുടെ നേരെ ചുവട്ടിലാണ്. ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവുകയാണ്. ഇവിടുന്ന് നമ്മുടെ റോഡ് ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ഈ അണ്ടർ പാസേജ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരല്പം വീതി നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വൺ സൈഡിൽ നല്ലോണം കുടുങ്ങിയിട്ട് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.